രമ്യ ഹരിദാസ്, വെരി ഗുഡ് ഈവനിങ്. നമ്മൾ ആദ്യം കാണുമ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു രമ്യ ഹരിദാസിന്. അവസാന നിമിഷവും ആത്മവിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. കാരണം 1,88,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അത്ര ചെറുതല്ലാത്ത ഭൂരിപക്ഷമാണ്. പക്ഷേ ഇപ്പോൾ എതിരാളിയായി വന്നിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണനാണ്. പാട്ടും പാടി ജയിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് രമ്യയെക്കുറിച്ചാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഇക്കുറിയും സാധ്യമാകുമോ? നമസ്കാരം അരുൺജി. എല്ലാവർക്കും നികേഷ് ആണെങ്കിലും സുജയ മേഡം ആണെങ്കിലും സ്മൃതി മേഡം ആണെങ്കിലും ഉണ്ണിച്ചേട്ടനാണെങ്കിലും എല്ലാവർക്കും വലിയ നമസ്കാരം. ആലത്തൂരിൻ്റെ ഒരു വലിയ നമസ്കാരം. അരുൺജി ആണെങ്കിൽ തുടക്കം മുതലേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ റിപ്പോർട്ടറിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആലത്തൂരിൽ വളരെ മനോഹരമായി പ്രോഗ്രാമുകളും അതേപോലെ ജനങ്ങളുമായി സംവാദം നടത്തിയിട്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കത്തിലെ ഉണ്ടായിരുന്ന പ്രോഗ്രാമുകൾ. അപ്പം അന്ന് അരുൺജി കണ്ട അതേ ആവേശത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ പറയാൻ കഴിയും, ആലത്തൂരിലെ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ അത് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. നോക്കൂ, ഇപ്പം 2019 രമ്യ മത്സരിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PK ബിജു ആണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ബിജുവിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെ ഉണ്ടായിരുന്നു. ബിജുവിനോടൊരു ഇഷ്ടക്കുറവ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ആ സാധ്യത കൂടി രമ്യയ്ക്ക് ഗുണകരമായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ആ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനല്ലല്ലോ രമ്യ. രാധാകൃഷ്ണനെ പോലെ ആലത്തൂരുകാരനായിട്ടുള്ള എന്താ പറയുക, അവിടുത്തെ ജനങ്ങളുടെ ഒരു മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും ആലത്തൂരുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിയെയാണ് അവിടെ CPM ഇപ്രാവശ്യം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ രമ്യ ഒരു കടുത്ത മത്സരം നേരിട്ടു എന്ന് തോന്നുന്നുണ്ട്. ഉണ്ണിസാറ് തുടക്കത്തിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കഴിഞ്ഞ വർഷം 2019 ഒരു തെരഞ്ഞെടുപ്പിൽ അവിചാരിതമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് ഒരു പാർട്ട് ടൈം MP ആയിട്ടായിരിക്കില്ല ആലത്തൂരിൽ ഉണ്ടാവുക, ഒരു ഫുൾ ടൈം MP ആയിട്ടാണ് ആലത്തൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉണ്ടാവുക എന്നുള്ളത്. അത് കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിവിധ വിഷയങ്ങളിൽ, അത് പദ്ധതി പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് പ്രാദേശികമായിട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിലും അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് അവരിലൊരാളായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞു, അവരുടെ ഒരു കുടുംബാംഗമായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ടത്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിലാണ് എങ്കിലും ആശയപരമായിട്ടുള്ള ഒരു മത്സരവും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളും എല്ലാമാണ്. അത് നിലനിർത്തി തന്നെ പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ചെറുതും വലുതുമായിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ നേട്ടമായിട്ട് കാണാം. ഇതിനോടൊപ്പം തന്നെ അവരിലൊരാളായി ചേർന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം അവർ എനിക്ക് നൽകിയ ഒരു പിന്തുണയും അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ സ്നേഹവും അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എടുക്കുവാൻ കഴിയുന്ന നിലപാടുകളിലും ഇടപെടലുകളിലും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ വരാൻ പോകുന്ന നാളെ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അടിയുറച്ച് പറയുവാൻ സാധിക്കും, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം പ്രവർത്തകർ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി നടക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ച് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം വീണ്ടും ജനപ്രതിനിധിയായിട്ട് ഒരവസരം നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ കൂടെയുണ്ട്.